രാജാൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ട് ദിലീപ് അഭിനയിക്കുന്ന സിനിമയാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. അതിനു മുമ്പ് ദിലീപ് അഭിനയിച്ചിട്ടില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു ജയറാമും ദിലീപും കൂടി അതിന് മുമ്പ് അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. പക്ഷെ അവർ ഒരുമിച്ച് അങ്ങനെ ഒരു സിനിമയിൽ എന്തോ സുദിനം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ദിലീപ് അത്യാവശ്യം ഒന്ന് ഒരു നായകനായിട്ടും ഒരു നടനായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കയറി വരുന്ന ഒരു സമയത്തായിരുന്നു സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. ശരിക്കും ആ വേഷത്തിൽ മറ്റൊരു നടനായിരുന്നു അഭിനയിക്കേണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാണ്, അദ്ദേഹമാണ് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് അന്ന് രാജസേന നമുക്കറിയാം ഒരു വർഷം 2-3 സിനിമ ചെയ്യുന്നുണ്ട്. അതിൽ ജയറാമുണ്ടാവും. ജയറാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യും. അങ്ങനെ ചെയ്താണ് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം, വാർദ്ധക്യ പുരാണം, ഇങ്ങനെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു 95 അവസാനം എനിക്ക് തോന്നുന്ന ഒരു ക്രിസ്മസ് സീസണിലാണ് റിലീസാവുന്നത്. അതേ സമയത്ത് തന്നെ ജയറാമിൻ്റെ പുതുമണവാളൻ സിനിമയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് ക്ലാഷ് ആയതാണെന്ന് തോന്നുന്നു. ബിജു മേനോനാണ് സത്യഭാമയ്ക്ക് പ്രേമലേഖനം ചെയ്തത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ശേഷം രാജസേന ഉടനെ വിഷുവിന് അടുത്തൊരു സിനിമ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ അന്ന് രാജസേനൻ്റെ സിനിമകളിൽ സ്ഥിരമായ ആയിരുന്നു ഒരു നടൻ. ആ നടനാണെന്ന് എനിക്കറിയില്ല. ആ ഒരു നടനെ അവർ അപ്രോച്ച് ചെയ്തപ്പോൾ ആ നടൻ എന്തോ റെമ്യൂണറേഷൻ കുറച്ച് കൂടുതൽ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 75,000 1 ലക്ഷം അങ്ങനെ എന്തോ ആണ്. 75,000 രൂപയാണ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. അന്നത് വലിയൊരു തുകയാണെന്ന് 75,000 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിങ് ആക്ടർക്ക്. പക്ഷേ അദ്ദേഹം അന്ന് 50,000 രൂപ കൂടുതൽ എന്തോ ചോദിച്ചു. ആ ലാസ്റ്റ് പ്രൊഡ്യൂസർ പറഞ്ഞു, ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് റെഡി ആവാൻ സമയപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, കൺട്രോളർ പറഞ്ഞു അയാളുടെ അടുത്ത് പറ ഒരു 25,000 കൂടി തരാം എന്ന് പറഞ്ഞു. 1 ലക്ഷം വരെ എന്തോ അവർ കൊണ്ടെത്തിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് പോരാ വീണ്ടും. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ആ സിനിമ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം റെമ്യൂണറേഷൻ കൂടുതൽ ചോദിച്ചത്. പൊതുവെ നടന്മാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണെന്നൊക്കെ സിനിമയ്ക്കകത്തുള്ള പല കഥകളുണ്ട്. അതായത് വലിയ പ്രതിഫലം ചോദിക്കുന്നത് അത് ഒഴിവാക്കാനാണ്. അതന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഷൂട്ടിംഗ് ഒക്കെ ഫിക്സായി തിയേറ്ററിൻ്റെ ചാർട്ട് ചെയ്തു, പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവർ ദിലീപിൻ്റെ കാര്യം ഓർത്തത്.